ഹലോ എവരിവൺ. എണീച്ചൊന്നും നിൽക്കണ്ട. ഓക്കെ. ഇപ്പം നിങ്ങൾ എത്ര പേരാ ഉള്ളത് ക്ലാസ്സിലിപ്പോൾ? 30? ഓക്കെ. അപ്പം എല്ലാവരും വേൾഡ് കപ്പ് ഒക്കെ കണ്ടു അല്ലേ? ഏതായാലും ടീം? സ്പെയിനോ? ആരാ സ്പെയിനുള്ള ഇവിടെ? ഞാൻ ഇംഗ്ലണ്ട് ആയിരുന്നു. ഓക്കെ. ഇപ്പം എന്തൊക്കെയാണ് കഥകൾ? ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ്. ആർക്കും ഒന്നും പേടിയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്ത് പറയാനുണ്ടെങ്കിലും ഒക്കെ പറയാം. ഓക്കെ, അത് തുടങ്ങല്ലേ? അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ പേര് റബൂബ് റഹ്മ. ഞാൻ ISET-EVM തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. അപ്പം എൻ്റെ മേജർ ഫിസിക്സ് ആണ്. അപ്പം നിങ്ങളെല്ലാവരെയും പോലെ ഒരു ടൈമിൽ IIT എക്സാം എഴുതി ഐസർ പാസ്സായി ഐസറിൽ അഡ്മിഷൻ എടുത്ത് ഇപ്പം തേർഡ് ഇയർ ആയി നിൽക്കുകയാണ്. എനിക്കിപ്പം വെക്കേഷനാണ്. അപ്പോൾ 25th എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നടക്കാം. അപ്പോൾ ഫിസിക്സ് മേജറാണ്. നിങ്ങൾക്ക് ഫിസിക്സ് എത്ര ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞു? 2 ചാപ്റ്റേഴ്സ്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് കഴിഞ്ഞില്ല. ഏതാ എടുത്ത്? സ്ട്രേറ്റ് ലൈനോ പ്ലെയിനോ? ഓക്കെ. എന്നാലും നമുക്ക് ലാസ്റ്റ് എന്നുള്ള ചാപ്റ്റേഴ്സും തുടങ്ങല്ലേ? അപ്പം വേവ്സ് നമുക്ക് തുടങ്ങാം. വേണ്ടേ? കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കാനല്ല വന്നത്. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിക്കാം. നമ്മൾ അതിൽ നിന്ന് തുടങ്ങാം. കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം. അതെന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. ഓരോരുത്തരായിട്ട് പറയാം. ഫസ്റ്റ് ആരെങ്കിലും ഒരാൾ എനിക്ക് ഗാലക്സി. ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, ആദ്യം ഗാലക്സി. രണ്ടാമത്തെ എന്താ? സൺഫ്ലവർ. മൂന്നാമത്തെ എന്താ? ഓക്കെ. നാലാമത്തത്? ഓക്കെ. അഞ്ചാമത്തത്? അലോവേരയാണ്. ഓക്കെ. ഓക്കെ. ലാസ്റ്റിലത്തത്? സീഷൽ. ഓക്കെ. ഓക്കെ, എന്താവട്ടെ. അപ്പോൾ ഈ 6 കാര്യങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? സ്പൈറലാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചതിനേക്കാൾ വേഗം കാര്യങ്ങൾ കഴിയുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പം സ്പൈറലാണ്. എന്താണ് ഈ 6 സ്പൈറൽ ആവാനുള്ള കാര്യം? ഓക്കെ, അവിടെ ഇരിക്കട്ടോ. ഓക്കെ. അപ്പം അവള് പറഞ്ഞ ആരും കേട്ടില്ലല്ലോ? ഓക്കെ. ഓക്കെ, നമ്മൾ കേൾക്കാത്ത പോലെ അഭിനയിക്കട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഡിവൈൻ പ്രപ്പോർഷൻ കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ. അപ്പം നമ്മളെ നേച്ചറിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഇനി പല കാര്യങ്ങളും ഉണ്ട്. അതിനൊക്കെ സ്പൈറൽ രീതിയിലാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഗോഡിൽ ബിലീവ് ഉണ്ടോ? ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? പരീക്ഷ ആകുമ്പോൾ മാത്രമാണ് ദൈവത്തിൽ വിശ്വാസം ആണോ? ഞാൻ അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് വീക്ക്ലി ഒരു എക്സാം ഉണ്ടാവും. ഞാൻ പഠിച്ച കോച്ചിങ് സെൻറ്ററിൽ ശനിയാഴ്ച എക്സാം ഉണ്ടാവും. അപ്പം തിങ്കളാഴ്ച കുഴപ്പമില്ല സ്കൂളിൽ പോകുമ്പോൾ, ചൊവ്വാഴ്ച കുഴപ്പമില്ല, ബുധനാഴ്ചയും കുഴപ്പമില്ല. വ്യാഴാഴ്ച എത്തുമ്പം പള്ളിയിലൊക്കെ ഒന്ന് കുറച്ച് നല്ലോണം കൂടെ പോവും. വെള്ളിയാഴ്ച പള്ളിയിൽ പോകണമല്ലോ. വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ കഴിയും. എന്നാലും ഒരു 1/4 മണിക്കൂർ ഞാൻ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കും. എന്ത് ഫാമിലിക്ക് വേണ്ടിയൊക്കെയാണ് പ്രാർത്ഥിക്കൽ. ശനിയാഴ്ച എക്സാമിൽ തന്നെ അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ശനിയാഴ്ച എക്സാം കഴിയും. എക്സാം കഴിഞ്ഞിട്ടാണ് മെയിൻ പ്രാർത്ഥന. അന്ന് രാത്രി ആ റിസൾട്ട് വരിക. എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കൽ. എക്സാം കഴിയുമ്പോൾ റിസൾട്ട് വരും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥന പഴയ പോലെ പോകും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണോ? എക്സാം കഴിഞ്ഞു എന്ന് ഞാൻ കേട്ട്. ഇന്ന് തന്നെ എക്സാം പ്രാർത്ഥിക്കണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഡിവൈൻ പ്രപ്പോർഷൻ കേട്ടില്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ മനുഷ്യന്മാരിവിടെ കുറേ കാലമായി ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ബാക്ക് ടു ഡൈനോസറിൻ്റെ കാലത്തേക്ക്. അല്ലെങ്കിൽ അത്ര പോണ്ട, കുറച്ചുകൂടി മുമ്പോട്ട് മനുഷ്യന്മാർ ജീവിച്ച് അവർ ഈ സയൻറ്റിഫിക് എൻക്വയറീസ് ഒക്കെ നടത്തുന്ന ഒരു കാലം. അപ്പോൾ ഈ സമയത്ത് ഇവരിങ്ങനെ പാറ്റേൺസ് കണ്ടു തുടങ്ങി.
നമ്മളെ ബ്രെയിനിന് ഏറ്റവും ഉള്ള കേപ്പബിലിറ്റിയാണ് പാറ്റേൺസ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ നേച്ചറിൽ ഇങ്ങനെ ഇതുപോലെ പാറ്റേൺസ് കണ്ടു തുടങ്ങി, ഒരേപോലെ സ്പൈറൽസ് അവിടെ ഇവിടെ. അപ്പോൾ അതിനെപ്പറ്റി ഇവർ സ്റ്റഡി ചെയ്തു. അങ്ങനെ കണ്ടുപിടിച്ചൊരു കാര്യമാണ് ഗോൾഡൻ റേഷ്യോ, ഡിവൈൻ പ്രപ്പോർഷൻ എന്നൊക്കെ പറയും. അപ്പം നമുക്ക് അതിനെപ്പറ്റി ചെറുതായിട്ട് നോക്കാം. ഇതിനെ എന്താണ് ലോകത്തിലെ ഭയങ്കര ഒരു കണ്ടുപിടുത്തം, അതായത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറീസ് എന്നൊക്കെ പറയും. അപ്പം അതിലേക്കൊന്ന് പോവാം. അപ്പം നിങ്ങൾ കാണുന്നത് എന്താണ്? ഒരു റെക്റ്റാങ്കിളാണ്. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഭാഗമല്ല, ഒരു ലൈൻ സെഗ്മെന്റ്. അതിനെ 2ആയി മുറിച്ചിട്ടുണ്ട്, എയും ബിയും. ഈ എ ബി എന്നുള്ള ഈ ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പോയിന്റിൽ മുറിച്ചു, വീണ്ടും മുറിച്ചു. അപ്പം നമുക്ക് പുതിയ റെക്റ്റാങ്കിൾ കിട്ടി. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഇതേ റേഷ്യോയിൽ, ഇത് A:B എന്നുള്ള റേഷ്യോയിൽ വീണ്ടും മുറിച്ചു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ റെക്റ്റാങ്കിൾ കിട്ടും. അതിനെ വീണ്ടും അതുപോലെ മുറിച്ചു. അങ്ങനെ മുറിച്ച് 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 നമ്മൾ ചെറിയ റെക്റ്റാങ്കിൾ ആക്കി, ചെറിയ സ്ക്വയർ ആക്കി. എന്നിട്ട് ഈ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു വെർട്ടെക്സ്, ഇപ്പം അതിൻ്റെ ഒരു വെർട്ടെക്സ് ഒരു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഒരു വെർട്ടെക്സ് നിന്ന് നമ്മൾ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ ഈ സർക്കിളായിട്ട്, ഇതും 6ആണ്, ഇതും 6ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒന്ന് വരച്ചു. ഇതുപോലെ ഇങ്ങനെ വരച്ച് വരച്ച് നമ്മൾ ഈ വലിയ റേഡിയസിലേക്കൊക്കെ, വലിയ സ്ക്വയേഴ്സിലേക്കൊക്കെ എത്തും. ഓക്കെ, അപ്പം ഇങ്ങനെ വരച്ച് വരുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? അവിടെ കണ്ട അതേ സ്പൈറൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്തോ ഒന്നില്ലേ, എന്തോ ഒന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ അന്വേഷിച്ചപ്പം ഒരു കാര്യം മനസ്സിലായി. ഈ A:B എന്ന് പറഞ്ഞ റേഷ്യോ വരുന്നത് 1.61803. ഓക്കെ, 1.618. അപ്പോൾ ഈ ഒരു റേഷ്യോയിലാണ്, അതായത് ഇത് 1 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 1.618. കാരണം അതിൻ്റെ റേഷ്യോ എങ്ങനെ വരിക? ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു റേഷ്യോയിൽ വരും. അപ്പോൾ ഇതിനാണ് ഈ ഒരു വാല്യൂ 1.618 ഫി എന്ന സിമ്പലിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരുമല്ല. ഇത് പണ്ട് റോമൻ സിവിലൈസേഷൻ്റെ ഒക്കെ സമയത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അവർക്കറിയില്ല ഇതാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി അവർ പഠിച്ചില്ല. പക്ഷെ ഇതൊക്കെ അവരുടെ ഡെയിലി ലൈഫിൽ, അതുപോലെ അവർ ആർക്കിടെക്ചറിൽ കാര്യമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു മാത്തമാറ്റീഷ്യൻ ആണ് ഇതിനെ പോയിന്റ് ഔട്ട് ചെയ്തത്. ഭയങ്കര ഫേമസ് മാത്തമാറ്റീഷ്യനാണ്. ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യും? ആര്? ഒച്ചേ പറയാൻ കേൾക്കില്ല. ഫിബനാച്ചി, സോക്രട്ടീസ്. ഒരു ക്ലൂ തരാം. എലമെന്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയ ഒരാളാണ്. ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യാൻ മതി. ആർക്കും അറിയില്ല? ഉത്തരം ഞാൻ തന്നെ പറയാം. യൂക്ലിഡ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ യൂക്ലിഡ് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പോയിന്റ് ഔട്ട് ചെയ്തത്. അത് യൂക്ലിഡിന്റെ കാലമൊക്കെ അറിയില്ലേ? പണ്ട് 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 നമ്മൾ പറയുന്ന പോലെയാണ്. അപ്പൊ അതിനുശേഷം ഏകദേശം 1900 ഇതിനെ ഒരു ഗോൾഡൻ റേഷ്യോ എന്ന ടേമിൽ നോട്ട് ഔട്ട് ചെയ്തത്. അപ്പോൾ ഇത് എവിടെയൊക്കെ നമുക്ക് കാണാം? നമ്മൾ നേരത്തെ കാണിച്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതുപോലെ ആർട്ടിൽ ഒരു പെയിന്റിങ്സ് വരയ്ക്കുമ്പം അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, അതിലൊരു ഇപ്പം ഡാവിൻചീൻ്റെ വെർച്വൽ മാൻ എന്ന് പറഞ്ഞിട്ടൊരു പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ കൃത്യമായിട്ട് എന്താണ്, ഇതിനെ ഫോളോ ചെയ്തിട്ടാണ് പെയിന്റിങ്സ് വന്നത്. അതുപോലെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലത്തെ നമുക്കിപ്പം ട്വിറ്റർ അല്ല എക്സ്, ഇപ്പം വാട്സപ്പ്, അങ്ങനെ പല ഇതുണ്ടല്ലോ, അതിൻ്റെ ലോഗോ നോക്കുമ്പോൾ ചിലതിൽ എന്ത് കാണാം? ഈ സ്പൈറൽ രീതിയിലാണ് അതിൻ്റെ ലോഗോ വരുന്നത്. സ്പൈറൽ ഓബ്വിയസ് അല്ല, പക്ഷെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ തുടക്കവും അതിൻ്റെ ആ ഒരു ഷേപ്പും നോക്കുമ്പോൾ സ്പൈറൽ രീതിയിലാണ് കാണാൻ പറ്റുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്,
വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വേറൊരു കാര്യം, നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ 1.618 എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എനിക്കൊരു വോളണ്ടിയറിന് വേണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. ആരാ വരിക? അങ്ങനെ ആർക്കും അറിയില്ല. ഞാനൊരാളെ പോയിന്റ് ഔട്ട് ചെയ്യാം. അവർ വരുമോ? വാ. ഓക്കെ. ഓക്കെ, അപ്പോൾ അതിൽ കാണുന്ന ഇക്വേഷനില്ലേ, ഫസ്റ്റ് ഇക്വേഷൻ 5 = 1 + 1/5. അതേത്? എന്നിട്ട് അതിനെ സോൾവ് ചെയ്യും. പിന്നെ എങ്ങനെയാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുക? 5 മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അല്ല, ഇവിടെ 5 ഇതെങ്ങനെ വന്ന്? ഓക്കെ. 5² = -5. ഓക്കെ, അവിടെ വെച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളൊക്കെ ഒരു എന്ത് കിട്ടി? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി, ഫീക്കുള്ള ഇക്വേഷൻ കിട്ടി. ഇനി ഇതാരാ സോൾവ് ചെയ്യുക? അവനിവിടെ ഇക്വേഷൻ എഴുതി, ഞാൻ തന്നെ സോൾവ് ചെയ്യണം? ഓക്കെ, എന്നാൽ നിന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയില്ല. ഓക്കെ, ഹെൽപ്പ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ ഫാക്ടർ ചെയ്യാൻ പറ്റുമോ? ഉറപ്പാണുള്ളതിലൊന്ന് കൈ വന്നിച്ച്. ആർക്കും ഉറപ്പില്ലേ? ഫാക്ടർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ ഫാക്ടർ ചെയ്യാൻ കഴിയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവായിരിക്കും ഫാക്ടർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ? ഓക്കെ, ഫോർമുല എന്താ? ബൈ 2a. അപ്പം ഇവിടെ -b എന്താ? 1 പ്ലസ്, നമ്മൾ തൽക്കാലം പ്ലസ് എടുക്കാം. എന്നിട്ട് 1 + 4 അല്ലേ? ഡിവൈഡ് ബൈ 2. നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക, ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, +5/2. നമുക്ക് കാണുന്നുണ്ടോ? 1.618. ഞാൻ നേരത്തെ കാണിച്ച നമ്പർ എത്രയായിരുന്നു? 618. ഇനി എനിക്ക് സ്കെയിലുണ്ടോ നിങ്ങളുടെ കയ്യിൽ? വലിയ സ്കെയിലുണ്ടോ? ഇല്ല. ഒരു ചെറിയ സ്കെയിൽ, ഒരു മാജിക് കാണിച്ചു തരാം നമുക്ക്. ആരെങ്കിലും ഒരാൾ തന്നു. ഓക്കെ, താങ്ക് യു. ഒരാളുകൂടെ വരണം വോളണ്ടിയർ ആയിട്ട്. മാജിക് കാണിക്കാണ്. മാജിക് ഇഷ്ടമുള്ള ആരുമില്ലേ? വരൂല? എന്തത്, ഞാൻ തന്നെ എല്ലാം ചെയ്യണം എന്നാ? ഒരാൾ വരണം, അത് നിർബന്ധം. ഓക്കെ, ഒരാൾ വാ, ആരെങ്കിലും ഒരാൾ വാ. കമ്മോ, കുറച്ച് പവർ ആവട്ടെ. ഓക്കെ, ഒരു ക്ലാപ്പോടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാല് ഇവിടെ കൈയിന്റെ അളവ് എടുക്കാൻ പോവാം. ഓക്കെ, അപ്പൊ കൈ നേരെ വെച്ച് ഏകദേശാണേ ഇങ്ങോട്ട്. അപ്പൊ നമ്മൾ ഏകദേശം അവിടുന്ന് 15 സെന്റിമീറ്റേഴ്സ്, 30 സെന്റിമീറ്റേഴ്സ്, 45 സെന്റിമീറ്റേഴ്സ്, 45 60 സെന്റിമീറ്റേഴ്സ്. ഒരു 65 നമുക്ക് പറയാം.
ഓക്കെ പോവല്ലേ. 65 പറഞ്ഞു. അതിനുശേഷം കൈ ഒന്നുകൂടെ വെക്കുക. നമ്മൾ ഈ ഒരു എൽബോ ഇല്ലേ, എൽബോ ഒന്ന് ഇവിടം വരെ ഒന്നുകൂടി ലെങ്ത് എടുക്കുക. നേരത്തെ എത്ര പറഞ്ഞത്? 65. ഓക്കെ 15, 30, 30, 32, 33. ഓക്കെ ഓക്കെ ഇരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ എത്ര? 65. ഓക്കെ, അപ്പോൾ നമുക്കൊരു 65/30 അല്ലെങ്കിൽ 65/30 നോക്കാം. 65/30 ആണോ വന്നത്? ഒന്നുകൂടെ വന്നേ, ഇതിലെന്തോ പ്രശ്നമുണ്ട്. എങ്ങനെ വെക്കും? ഓക്കെ 30 അല്ല, 39, 14 എടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 65ഉം 14 എടുത്തുണ്ട്. അപ്പം ഞാനത് 65/40 എന്ന് ഡിവൈഡ് ചെയ്തു. അപ്പം എത്ര വന്നിട്ടുണ്ടാവും? വാവ്, ഭയങ്കര കാൽക്കുലേഷൻ ആണല്ലോ. 1.625 ഓൾമോസ്റ്റ്. ഇത് നിങ്ങൾ നിങ്ങളുടെ കൈ ഇവിടുന്ന് മുതൽ ഇവിടം വരെ എടുക്കുക, ഇവിടുന്ന് മുതൽ ഇവിടം വരെ എടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് മുതൽ എൽബോ മുതൽ ഫിംഗർ ടിപ്പ് വരെ, എന്നിട്ട് റിസ്റ്റ് മുതൽ ഫിംഗർ ടിപ്പ് വരെ. ഇനി അല്ലേ റിസ്റ്റ് മുതൽ ഇവിടം വരെ എടുക്കുക, ഫിംഗേഴ്സിൻ്റെ ഇവിടുന്ന് മുതൽ എടുക്കുക. എല്ലാം എടുത്തു നോക്കിയാൽ എത്ര വരിക? 1.618. അപ്പം അതിലെന്തോ ഒരു കാര്യമല്ലേ. അപ്പോൾ ദൈവം ഉണ്ടോ? ഓക്കെ, അതുപോലെ നിങ്ങൾ ഇന്നാ എനിക്ക് ഫിബനാച്ചി സീക്വൻസ് എന്ന് പറഞ്ഞു. 1, 2, 1 പോയിന്റ് എന്ന് പറഞ്ഞു. ഓക്കെ 3, 5, 8, 13. പറ, എനിക്കറിയാല. 21. ഓക്കെ, അത്ര മതി. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഓരോ 2 ടേംസിനെയും അതിനെ തമ്മിൽ റേഷ്യോ എടുക്കാൻ പോവാം. അപ്പോൾ 2ഉം 1 ഉള്ള റേഷ്യോ എന്താ? 2. ഓക്കെ, 3ഉം 2 എത്ര വരും? 1.5. 5ഉം 8ഉം എത്ര വരും? 8ഉം 5ഉം എത്ര വരിക? ഇതിട്ടോ. ഓക്കെ, 5ഉം 3 എത്ര വരിക? 1.66. ഓക്കെ, ഇനി 8ഉം 5ഉം എത്ര വരിക? 1.6. 21ഉം 13ഉം എത്ര വരിക? 1.61. 34ഉം 21ഉം എത്ര വരിക? ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ അല്ലേ. 1.619. അപ്പം ഫിബനാച്ചി സീക്വൻസിൻ്റെയും റേഷ്യോ എന്താ? അത് കൺവേർട്ട് ചെയ്യുന്നത് 1.618ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഡിവൈൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ലോകത്തുള്ള പല കാര്യങ്ങളും ഒരു റേഷ്യോയിലാണുള്ളത്. ഓക്കെ, അപ്പം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം നമ്മൾ? 1.618 അല്ലേ? ഇത് ഭയങ്കര ഡിസ്കവറി അല്ലേ? കൈസറിൽ പഠിച്ച ആരോ ആണോ ചെയ്തത്? ആയിക്കോട്ടല്ലേ. ഓക്കെ, ഇനി ഐസറിൽ പഠിച്ച ഒരാളൊരു ഡിസ്കവറി ഞാൻ കാണിച്ചത്. അത് ഭയങ്കര ഡിസ്കവറിയാണ്, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് തന്നെ പറയാം. ആള് ഒരു ഭയങ്കര സംഭവമാണ്, ഭയങ്കര ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ കോവിഡ് കാലം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര എൻജോയബിൾ ടൈം അല്ലായിരുന്നോ? വീട്ടിലിരിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, മൊബൈലിൽ കളിക്കുക, വീണ്ടും ഉറങ്ങുക, അതല്ലേ പരിപാടി. എത്ര ആൾക്കാർ ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യലുണ്ടായിരുന്നു? എല്ലാവരും ചെയ്യലായിരുന്നു ആത്മാർത്ഥതയോടെ, കൃത്യനിഷ്ഠയോടെ, നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി. ഇല്ല, ഞാൻ ചെയ്തില്ല. എന്നെ കുറെ പൊക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഒരു പ്രാവശ്യം ഞാൻ യൂട്യൂബ് കണ്ട് ചിരിച്ചുപോയി.
അന്നപ്പോ അങ്ങനെ 2-3 പ്രാവശ്യം പൊക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പൊക്കണമെങ്കിൽ എനിക്ക് കുറച്ച് കഴിവൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നമ്മൾ കൊറോണനെ പോലത്തെ ഒരു ഡിസീസിനെ പറ്റി പഠിക്കാൻ പോവാ. അപ്പൊ ഇത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു സിമുലേഷനാ. അതായത് ഒരു മോഡല്. അതായത് കമ്പ്യൂട്ടറിൽ കോഡ് ഉപയോഗിച്ചിട്ട് ഒരു സിറ്റുവേഷൻ വെക്കും. എന്നിട്ട് ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് ഓവർ ടൈം എന്ന് നോക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരു സ്ഥലത്തിനൊരു പേര് കൊടുക്കുക. കമോൺ. ക്രിസ്പർ ലേണിംഗിൽ ഒരു 1 മില്യൺ സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അമിത് സാറേ, ഓക്കെ, 1 മില്യൺ സ്റ്റുഡൻസ് ഉണ്ട്. 1 മില്യൺ സ്റ്റുഡൻസ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അന്നപ്പം പെട്ടെന്ന് ഒരു ദിവസം അവിടെ ഒരു വൈറസ് വന്നു. ഔട്ട് ഓഫ് ദ ബ്ലൂ പെട്ടെന്ന് ഒരു വൈറസ് വന്നു. ഓക്കെ, വൈറസിന് പേര് കൊടുക്കണോ? ആരെങ്കിലും ഒരാളുടെ പേര് പറയും, വൈറസിന് പേര് കൊടുക്കാം. വേണോ? ഓക്കെ, അപ്പൊ വൈറസ് വന്നു എന്താ സംഭവിക്കാം? കുറെ ആൾക്കാർക്ക് പകരും. വൈറസ് ആകുമ്പോൾ വേഗം പകരൂലേ? വേഗം പകരും, കുറെ ആൾക്കാർ മരിക്കും. ഡാർക്കല്ലേ? അങ്ങനെ ഓവർ ടൈം എന്ത് ചെയ്യും? ഇതിങ്ങനെ സ്പ്രെഡായി വരും. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ക്രിസ്പർ പൂട്ടണം എന്ന് ഗവൺമെന്റ് പറയും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ക്രിസ്പറിന്റെ ഹോസ്റ്റൽ അവിടെ ലോക്ക്ഡൌണിൽ വെക്കും. ആരും അങ്ങോട്ടും ഇറങ്ങൂല നിങ്ങൾ അവിടെ നിന്നോളി എന്നറിയാം. അങ്ങനെ ലോക്ക്ഡൌണിൽ വെക്കും. അന്നപ്പം നമ്മളൊരു ലോക്ക്ഡൌൺ വെച്ചാൽ എന്താ സംഭവിക്കുക? സ്പ്രെഡിങ് കുറയൂലേ? അപ്പോൾ അതിൻ്റെ ഒരു സിമുലേഷനാണ് നിങ്ങൾക്ക് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു ഭയങ്കര കഴിവുള്ള ഒരു മഹത് വ്യക്തിത്വം ചെയ്തൊരു സിമുലേഷനാണ്. അന്നപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഫൈൻഡിങ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ഫൈൻഡിങ്. അതായത് ഈ മോള് കാണിക്കുന്ന വര എന്ന് പറയുന്നത് 1 മില്യൺ ആണ്. 10⁶ ഓക്കെ, 1 × 10⁶. 1 മില്യൺ അല്ലേ വരിക? ഓക്കെ, അപ്പൊ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഓവർ ടൈം എന്താണ്? പിന്നെ ഈ വര നോക്കിയത് നിങ്ങൾ, ഇത് ഒരേ ലെവലിൽ കാണുന്നു തോന്നുന്നുണ്ടെങ്കിലും അതെന്താണ്? കുറച്ചൊന്ന് സ്ലാൻഡഡ് ആണ്. അന്നപ്പം അതാണ് ഡെത്ത്സിന്റെ എണ്ണം. ഓക്കെ, ഓക്കെ, അപ്പം അതിനുശേഷം എന്താണ്? നിങ്ങൾ ആ 2 ഇത് മാത്രം നോക്കിയത്. ഇത് കണ്ടോ? റിക്കവറി കണ്ടോ? അതായത് ആൾക്കാർക്ക് വരും, അവർ റിക്കവർ ആവും. പക്ഷെ ചില എന്ത് ചെയ്യും? കാര്യം കഴിയും. അങ്ങനെ ഇത് ചെയ്തപ്പം, സിമുലേഷൻ ചെയ്തപ്പോൾ എന്ത് കണ്ടു? ഒരു 200 ദിവസം വരെ സിമുലേറ്റ് ചെയ്ത്. അപ്പൊ 25,000 ആൾക്കാരെ ആ മഹത് വ്യക്തിത്വം കൊന്ന്. ക്രിസ്പറിൽ 25,000 ആൾക്കാർ മരിച്ച് ഓൾമോസ്റ്റ്. ഓക്കെ, അന്നപ്പം ഇയാള് ഇത് സിമുലേഷൻ ചെയ്തപ്പം ഇയാളെ സ്റ്റഡി ചെയ്തായിരുന്നു, ഇത്രയേ ഉള്ളായിരുന്നു. അപ്പൊ അയാൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി, ഇതിന് ഞാൻ ഇങ്ങനെ ഇത്ര ചെയ്താൽ മതിയോ? കുറച്ചു എൻ്റെതായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ടേ? അപ്പം ഡെത്ത്സ് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇയാൾ ആലോചിച്ചു. ഇയാൾ കുറേ ആലോചിച്ചപ്പോൾ ഇയാൾക്കൊരു വഴി കിട്ടി. ഞാൻ വാക്സിനേഷൻ ചെയ്താലോ എന്ന് ആൾക്കാരെ. വാക്സിനേഷൻ ചെയ്ത എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് ആർക്കും അറിയല്ലേ? വാക്സിനേഷൻ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു ഇയാൾ നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അയാൾ വാക്സിനേഷൻ കൊടുത്തപ്പം ഇത് മാറി. ഓക്കെ, ആ ഡെത്തിന്റെ ലൈൻ എന്ത് ചെയ്ത് മാറി. ഇവിടുന്നാണ് വാക്സിനേഷൻ കൊടുത്തു തുടങ്ങിയത്, ആൾക്കാർക്ക് വാക്സിനേഷൻ കൊടുത്തു തുടങ്ങിയത്. അന്നപ്പം ഡെത്ത്സിന്റെ എണ്ണം എന്തായി? കുറഞ്ഞ്. ഇയാൾ ഞെട്ടിപ്പോയി. അപ്പൊ ഇയാളൊരു പുതിയ ഫൈൻഡിങ് അല്ലേ കണ്ടുപിടിച്ച്? വാക്സിനേഷൻ കൊടുത്താൽ എന്ത് കുറയും? ഡെത്ത് കുറയും. ഇതൊരു ഭയങ്കര കണ്ടുപിടുത്തല്ലേ, അല്ലേ? അപ്പൊ ഇതാണോ നേരത്തെ നമ്മൾ കണ്ട ഡിവൈൻ പ്രപ്പോർഷൻ ആണോ വലിയ ഡിസ്കവറി? ഞാൻ കേട്ടില്ല ഒരു പറഞ്ഞു. നിങ്ങളെന്താ പറയുന്നത്? ഡിവൈനോ? വൈറസ് അല്ലേ? ഓനറിയാ വൈറസ് ആണ് എന്ത് സിമുലേഷൻ ചെയ്ത് ആ മഹത് വ്യക്തിത്വം ചെയ്തതാണ് എന്ത് വലിയ ഡിസ്കവറി അല്ലേ? അപ്പൊ ഇയാൾ ഇങ്ങനെ നോക്കിയപ്പം ഇതാ വാക്സിനേഷൻ വെച്ചപ്പോ
എത്ര ഡെത്ത്സ് വാക്സിനേഷൻ വെക്കാണ്ട് എന്തായി? ഏകദേശം 10,000 ആൾക്കാരെ അയാൾ രക്ഷിച്ച്. അപ്പം നമ്മളെല്ലാവരും തീരുമാനിച്ചെന്ത്? യുനാനിമസ്ലി വോട്ട് ചെയ്ത് തീരുമാനിച്ചെന്ത്? രണ്ടാമത്തെ ആളാണ് മികച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം റിവീൽ ചെയ്യാം. ആ മഹത് വ്യക്തിത്വം ആരായിരിക്കും? ഞാനായിരിക്കും. ഞാനാണ് ആ മഹത് വ്യക്തിത്വം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടത് ഇപ്പോൾ 2 ഡിസ്കവറിയാണ്. ഒന്ന് ഡിവൈൻ പ്രപ്പോർഷനെ പറ്റി കാലങ്ങളോളം എടുത്ത് കണ്ടുപിടിച്ചൊരു ഡിസ്കവറി, മറ്റേത് 2 ദിവസം 3 ദിവസം എടുത്ത് കണ്ടുപിടിച്ചൊരു ഡിസ്കവറി. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താ? സയന്റിഫിക് ഡിസ്കവറി. ഓക്കെ, ഞാൻ വലിയ വാക്കുകൾ പറയാൻ വന്നായിരുന്നു. ഡിസ്കവറി, ഈ ഡിസ്കവറിയിൽ എന്താണ് കോമൺ എന്ന് വെച്ചപ്പോൾ ഡിസ്കവറി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്താണ്? ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതായത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് എന്ന് ചോദിച്ചതാ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്നോടല്ല, നിങ്ങൾക്ക് വേൾഡിനോട്. എന്തുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ അങ്ങനെ, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ എന്ന് ചോദിക്കാൻ ആഗ്രഹമില്ലേ? എന്തുകൊണ്ടാണ് ക്യാൻസർ ക്യൂറബിൾ അല്ല എന്നൊക്കെ പറയുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് ചില കാറുകൾക്ക് മറ്റു കാറുകളെക്കാൾ സ്പീഡ് ഉണ്ടാവുന്നത്? ഇതും തരാട്ടുക. അതെ, ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആർക്കാവും? നിങ്ങൾക്ക് തന്നെ പറ്റും. ഓക്കെ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പൊ ആ മഹത് വ്യക്തിത്വം സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിച്ചില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താവാം? മഹത് വ്യക്തിത്വങ്ങളാവാം. എങ്ങനെ? ക്രിസ്പറിൽ നല്ലോണം പഠിച്ചാൽ മഹത് വ്യക്തിത്വങ്ങളാവാം അല്ലേ? നല്ല യൂണിഫോം ഒക്കെ ഉണ്ട്, ID കാർഡ് ഉണ്ട്, അതൊക്കെ വെച്ച് പഠിച്ചാലും മഹത് വ്യക്തിത്വമാണ്. പക്ഷെ ക്രിസ്പർ വഴി നമുക്കൊരു എക്സാം ഇല്ലേ? ഏത് എക്സാമാ? വീക്ക്ലി എക്സാം അല്ലേ? അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി എന്ത് കിട്ടും? അമിത് സാർ എത്തുന്നത് കൈ കിട്ടും അല്ലേ? അതല്ല, നമുക്ക് ഫൈനൽ ഗോൾ എന്താ? ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്താൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സയന്റിഫിക് റിസർച്ച് നടക്കുന്ന സ്ഥാപനങ്ങളിലാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര റിസർച്ച്, അതായത് കൊറോണ വൈറസിൻ്റെ ഒക്കെ, ഞാൻ വെറുതെ പറയുന്നതല്ല, കൊറോണ വൈറസിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്ത പ്രൊഫസർമാർ മുതൽ പ്ലാങ്ക് മിഷൻ, ആർക്ക് അറിയോ? പ്ലാങ്ക് മിഷൻ അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു സാറ്റലൈറ്റ് വിട്ടിരുന്നു, ടെലിസ്കോപ്പ്. എന്തിന്? കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ അറിയോ നിങ്ങൾക്ക്? അതായത് യൂണിവേഴ്സിലത്തെ ഫസ്റ്റ് ലൈറ്റ് എന്നൊക്കെ പറയും, അതിനെപ്പറ്റി പഠിക്കാനൊക്കെ. അതിൽ ടീം മെമ്പറായി, അതായത് മേജർ മെമ്പറായിരുന്ന പ്രൊഫസേഴ്സ് മുതൽ കൊറോണ വൈറസിൽ പഠിച്ച കൊറോണ വൈറസിനെ പറ്റി പഠിച്ച പ്രൊഫസേഴ്സ് മുതൽ ഉള്ള സ്ഥലങ്ങളാണ് എന്ത്? ഐസർ. അപ്പോൾ ഐസർ ട്രിവാൻഡ്രത്തുള്ള 2 പ്രൊഫസേഴ്സിനെ പറ്റിയാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇവരെ കീഴിലൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പഠിക്കാനും അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻജോയ്മെന്റ് കണ്ടെത്താനും പറ്റുന്ന സ്ഥലങ്ങളാണ് ഐസേഴ്സ്. അപ്പൊ ഐസറിനെ പറ്റിയൊക്കെ എല്ലാവർക്കും ഫുള്ള് അറിയോ? ഇല്ല. അപ്പൊ ഐസറിനുള്ള എക്സാം ഏതാ? IIT. ഐസറിൽ എത്ര കൊല്ലം കോഴ്സ്? 5 കൊല്ലം. കോഴ്സിന്റെ പേരെന്താ? BSMS. ഐസറിൽ എത്ര സബ്ജക്ട്സ് ഉണ്ട്? ഓരോ ഐസറിൽ ഓരോന്നാണ്. ഞാൻ ഐസർ TVനെ പറ്റി പറയാം. നിങ്ങളെ ഐസറിലുള്ളത് 6 സബ്ജക്ട്സ് ആണ്. നിങ്ങൾക്ക് മേജർ ചെയ്യാൻ പറ്റുന്ന 6 സബ്ജക്ട്സ് ആണ്. ഏതൊക്കെ? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോമാക്സ്, എർത്ത് സയൻസ്, ഡാറ്റ സയൻസ്. അപ്പം ഐസറിൽ ഇപ്പം ഞാനൊക്കെ പോയി, ഞാൻ നിങ്ങളുടെ മാതിരി എക്സാം എഴുതി ഐസറിൽ അഡ്മിഷൻ എടുത്തപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു, ഞാൻ എന്തിലേക്ക് പോകണം? ഞാൻ എൻട്രൻസിന് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, മാത്സ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് ബയോളജിയും പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തിലേക്ക് പോകണമെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ അവിടെ എത്തി. അപ്പം പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ എല്ലാം പഠിക്കണം. എനിക്ക് ബയോളജി തീരെ ഇഷ്ടമല്ലായിരുന്നു. അപ്പം എന്നോട് ആദ്യം എത്തിയപ്പം പറയാ,
1 കൊല്ലം ബയോളജി പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആടെ തന്നെ ഡൗൺ ആയില്ലേ. എന്നപ്പോ എന്നോട് പറയാ ഹ്യൂമാനിറ്റീസ് പഠിക്കണം. അപ്പൊ എന്നാലും ഓക്കെ. അപ്പൊ എന്നോട് പറയാ ആഴ്ചയിൽ 3 ലാബ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരിക്കും, അല്ല ബയോളജി ആയിരിക്കില്ലേ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയാ അല്ല, 1 ലാബ് എക്സ്ട്രാ ഉണ്ട് കമ്പ്യൂട്ടറിന്റെ. അപ്പൊ ആഴ്ചയിൽ 4 ലാബ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഹ്യൂമാനിറ്റീസ് കോഴ്സും. 9 കോഴ്സ് ഉണ്ട് ഫസ്റ്റ് ഇയറിൽ. ഞാൻ എന്ത് ചെയ്യും? ഞെട്ടിപ്പോവും അല്ലേ. പക്ഷെ ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് ബയോളജിയിൽ അന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ എവല്യൂഷനെ പറ്റിയായിരുന്നു. എവല്യൂഷൻ ആയതുകൊണ്ടാണോ അറിയില്ല, എനിക്ക് എ കിട്ടി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ബയോളജിയിൽ. അപ്പോൾ ആ സമയത്ത് നല്ലോണം പഠിച്ചതിനോട് എനിക്ക് എ കിട്ടി. അപ്പോൾ അടുത്ത സെമ്മിലും ഇതേപോലെ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്ക് 9 കോഴ്സസ് തന്നെ ഉണ്ടാവും. അതിൻ്റെ അടുത്ത് സെക്കൻഡ് ഇയർ ആകുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ഓപ്ഷൻ തരും. ഏതെങ്കിലും 3 സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 സബ്ജക്ട്സ് തിരഞ്ഞെടുക്കാം. അപ്പം ഞാൻ നോക്കി, എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ്, മാത്സ് ഇഷ്ടമാണ്, ഡാറ്റാ സയൻസും. അങ്ങനെ 3 സബ്ജക്ട്സ് എടുത്ത് 4ാമത്തെ സെമ്മ് ഇപ്പം എനിക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ ഞാൻ ഫിസിക്സിൽ മേജർ ചെയ്തു. ഇപ്പം ഡാറ്റാ സയൻസ് മൈനറായിട്ടും ചൂസ് ചെയ്തു. അപ്പം നിങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം സാധാ ഡിഗ്രി ഒക്കെ അല്ലേ, ഡിഗ്രി കോഴ്സസ് ഇല്ലേ, അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക? BSc ഫിസിക്സ് എന്ന് പറഞ്ഞല്ലേ അഡ്മിഷൻ എടുക്കുന്നത്. അന്നപ്പോൾ ഒരാൾക്ക് BSc ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഫിസിക്സ് ഇഷ്ടപ്പെട്ടില്ല, എന്ത് ചെയ്യും? ഇറങ്ങി പോരണം. വേറെ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനായില്ല. പക്ഷെ ഐസേഴ്സ് നിങ്ങൾക്ക് തരുന്നത് ഒരു ചോയ്സ് ആണ്. നിങ്ങൾക്ക് 1 കൊല്ലം പഠിക്കാം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് 1.5 കൊല്ലം പഠിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതുപോലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ? ഇല്ല. അപ്പം ഐസേഴ്സിന് പറ്റി അത്ര മതിയോ? പോരാ. എന്താ വേണ്ടി? ക്വസ്റ്റ്യൻ ചോദിക്കി, എന്നോട് ചോദിക്കി, പേടിപ്പിക്കി, ഒന്നും ഒരു ജഡ്ജ്മെന്റും ഇല്ലേ. അതായത് 2 ടൈപ്പ് കോഴ്സ് ഉണ്ട് ഐസറിൽ. ഒന്ന് പ്യുവർ ആയിട്ട് ഇപ്പം പ്യുവർ ബയോളജി, അതല്ല I² ബയോളജി എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട്. അപ്പം അത് എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ഇൻ്റഗ്രേറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ബയോളജിയിൽ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ഡാറ്റാ സയൻസ് ഇഷ്ടമാണ്. അപ്പം എന്ത് ചെയ്യും? ഇത് രണ്ടും ബയോ ഇൻഫർമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സസ് ഉണ്ട്, അറിയോ? അപ്പം അങ്ങനത്തെ കോഴ്സസ് നിങ്ങൾക്ക് സ്പെഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രീമാണ് I² എന്ന് പറയുന്നത്. ഇപ്പം ഫിസിക്സിൻ്റെ എടുത്താൽ നിങ്ങൾക്ക് ഫിസിക്സും പഠിക്കുക. അതുപോലെ ഇൻഡസ്ട്രി ലെവലിലേക്കുള്ള കോഴ്സസ് ആണ് എന്ത് ചെയ്യുന്നത്? I² നൽകുന്നത്. ഓക്കെ. ബാക്കിയുള്ള കോഴ്സസ് പ്യുവറായിട്ട് ഉണ്ടാവും. അതിനൊപ്പം നിങ്ങൾക്ക് വേറെ കോഴ്സസ് കണക്ട് ചെയ്ത് ഇന്റർ ഡിസിപ്ലിനാറിറ്റി, ഇപ്പം ഫിസിക്സിലും ഡാറ്റാ സയൻസും അല്ലെ ഫിസിക്സും കെമിസ്ട്രിയുടെ ഉള്ള കോഴ്സസ് പഠിക്കുന്നതിനാണ് എന്ത് I² എന്ന് പറയുന്നത്. വേറെ ചോദ്യം? എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചെയ്യടേ. ചോദിച്ചോ? ഒന്നുമില്ല. ട്രിവാൻഡ്രത്ത് ആണ് I² എന്ന് പറഞ്ഞിട്ടുള്ളത്. വേറെ ഐസേഴ്സിന് അതുപോലത്തെ കോഴ്സസ് ഉണ്ടാവും, പക്ഷെ I² എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ, ഒരു ബ്രാൻഡിൽ. അത് മേജർ ചെയ്യുന്ന അതേ വർഷം തന്നെ. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ, സെക്കൻഡ് സെമ്മിൽ, 4th സെമ്മിൽ. ഓക്കെ. ചോദ്യമൊന്നുമില്ല. എങ്ങനെയാ പഠിച്ചതൊന്നുമില്ല. സങ്കടപ്പെടുത്തില്ലേ? നിങ്ങളൊരു ചോദ്യം ഞാൻ പറയാം, അങ്ങനെ ചോദിക്കണം എന്നുണ്ട് എന്ന് എനിക്കറിയാം. ചോദിക്കുക, ഞാൻ എന്നെ ചോദിക്കുകയാണേ, എങ്ങനെയാ പഠിച്ചത് ഐസേഴ്സിന് അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും പഠിക്കല്ലേ? നിങ്ങൾക്ക് ഇപ്പം ക്ലാസ് തുടങ്ങി കുറച്ചായിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ സമയമല്ലേ? എത്ര സമയമുണ്ട്? എന്നാ എക്സാം? ജൂൺ. അതറിയാലല്ലേ? ആരെങ്കിലും കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാനോ തുടങ്ങിക്കോ? ഡേ വെട്ടി വെട്ടി അറിയാനൊക്കെ ചിലവരുണ്ട്. അന്നപ്പം ഇങ്ങനെ പറയും, ഇന്ന് കഴിഞ്ഞ് ഇനി 200 ദിവസമേ ഉള്ളൂ, 199 ദിവസമേ ഉള്ളൂ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്.
അപ്പൊ ചിലവർ പറയും അങ്ങനെ പറയല്ല, അത് പെസിമിസ്റ്റിക് ആണ്. ഓപ്റ്റിമിസ്റ്റിക് ആണോ? ഇനിയും 200 ദിവസമുണ്ട്, അങ്ങനെ പറയണം. ഇനിയും നിന്ന് പോയാൽ ഇനിയും 199 ദിവസമുണ്ട്. അങ്ങനെ പറഞ്ഞ് ഇനിയും 2 ദിവസം ഉണ്ട് വരെ എത്തും. അങ്ങനെ എത്തിക്കരുത്. ഓക്കെ. അപ്പം ഞാൻ പഠിച്ചിരുന്നത് ഒരു കോച്ചിങ് സെൻറ്റർ വഴിയായിരുന്നു. അപ്പോൾ ഡെയിലി എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ കുറേ കേട്ടതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്? അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ചിലവരില്ല. അപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എവിടെ ഉണ്ടാവും? ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എവിടെ ഉണ്ടാവും? 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എവിടെ ഉണ്ടാവും? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു ബിലീഫ് കൊടുക്കുക. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഐസറിലാണ്, ഐസർ TVMലാണ്, ഐസർ പൂനെയിലാണ്, ഐസർ ബറാംപൂരിലാണ്, എവിടെയാണോ നിങ്ങൾക്ക് ഐസറിൽ ഏത് ഐസറിലാണോ ഇഷ്ടം അവിടേക്ക്. അല്ലെങ്കിൽ ചിലവർ പറയും IASയിലാണ്. ഓക്കെ. അപ്പോൾ അവിടെയാണ്, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, അവിടുത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ. ഇന്നും ഇങ്ങനെ കേട്ടിട്ട് മറ്റേ ചെവിക്കൂടെ എവിടെയല്ല ചെയ്യേണ്ടത്, എന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക. അപ്പം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്ക് എടുക്കുക, പഠിക്കുക. അല്ലേ? സാറെന്താ പറഞ്ഞത്? അമിത് സാർ എന്താ പറഞ്ഞത്? പഠിക്കാൻ. വാ, നല്ല ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അന്നന്ന് എടുക്കുന്നത് അന്നന്ന് പഠിക്കുക. നിങ്ങൾക്ക് സമയമുണ്ട്. സമയം നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചിലവർ പഠിക്കുമ്പോൾ ഇപ്പം നാളെ ഇപ്പം മാട്രിക്സസ് ആണ്. അപ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് ചില എളുപ്പ വഴികളുണ്ട്. ഇന്ന കാര്യം ചെയ്താൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണാം, 2 മിനിറ്റ് കൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് തീർക്കാം. 1 മിനിറ്റ് കൊണ്ട് 30 സെക്കൻഡിനുള്ളിൽ. അല്ലേ? ആ പരിപാടി എടുക്കരുത് എന്ന് ഞാൻ പറയും. നിങ്ങൾ ഒരിക്കലും എളുപ്പ വഴികൾ കൂടെ ആൻസേഴ്സ് കണ്ടുപിടിക്കരുത്. അറ്റ്ലീസ്റ്റ് ഫോർ നൗ. നിങ്ങൾക്ക് സമയമുള്ള ടൈമിൽ എന്ത് ചെയ്യരുത്? എളുപ്പമുള്ള വഴി. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്ന് ചോദിക്കണം. അല്ലാതെ ഈ വഴി ഇന്ന രീതിയിൽ ഇതിനെ എന്ത് ചെയ്താ 2 മാട്രിക്സ് ആയി മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും എന്ന് അവർ പറയും. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ ആയി, എന്തുകൊണ്ട് ഈ വഴിയോട് ചെയ്യുന്നു, വേറെ വഴിയോടെ ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. അതുപോലെ എക്സാമിനെ പേടിയുള്ള എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ആർക്കും പേടിയില്ല? ഉണ്ട്. റിസൾട്ട് വന്നാൽ റിസൾട്ട് വരുന്നതിന് ആർക്കും പേടിയില്ല? ഇപ്പം ഞാനൊരു കഥ പറഞ്ഞുതരാം. ഞാനിങ്ങനെ കോച്ചിങ് സെൻറ്ററിൽ പഠിക്കുക. അപ്പം ഫസ്റ്റ് എക്സാം വന്ന് എൻ്റെ ഭാഗ്യത്തിന് അത് ബയോളജി തന്നെയായി. ബയോളജി തന്നെ കിട്ടി. അപ്പം ഞാൻ നോക്കിയപ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പോയി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് അന്ന് തന്നെ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് ഉമ്മൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു, റിസൾട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത്യാവശ്യം പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെന്ന് ഉമ്മക്ക് ഒരു വിചാരമുണ്ട്. അന്നപ്പം ഉമ്മ ഫസ്റ്റ് റാങ്ക് നോക്കി, പേരില്ല. സെക്കൻഡ് റാങ്ക് നോക്കി, ഇല്ല. തേർഡ് റാങ്ക് നോക്കി, ഇല്ല. അങ്ങനെ ഒരു 10-20 വരെ നോക്കി, ഇവിടെ ഇല്ല. അപ്പം ഞാൻ സെർച്ച് ചെയ്തതിൽ അതിൽ 165 സ്റ്റുഡൻസ് ആയിരുന്നു ഉള്ളത് ആ എക്സാം എഴുതിയത്. അപ്പം 164ാമത്തെ റാങ്ക് എനിക്കുണ്ടായിരുന്നു. ഓക്കെ. ഫസ്റ്റ് എക്സാമിന് അവിടുന്ന് ഞങ്ങളുടെ കോച്ചിങ് സെൻറ്ററിൽ ലാസ്റ്റ് ഇപ്പം മെയിൻ എക്സാംസിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഐസറിൽ ആ കോച്ചിങ് സെൻറ്ററിന് 2 പേർക്കാണ് കിട്ടി. ഒരാളായി ഞാൻ 164ാം റാങ്കെന്ന് എങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു ഇതിലേക്ക് എത്തി. അപ്പം നിങ്ങൾക്ക് ആർക്കും എന്ത് ചെയ്യരുത്? എക്സാമിനെ പേടിക്കരുത്. എക്സാമിനെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പം ചിലവർക്ക് ഉണ്ടാവും എക്സാമിന് എന്ത് ചെയ്യുക, അതായത് എക്സാമിന് നമ്മൾ മോശമായിട്ട് ചെയ്തു, ചില എക്സാം മോശമായിരിക്കും. അപ്പം എന്ത് ചെയ്യും? സൊല്യൂഷൻസ് ഇവിടുന്ന് തരും. സൊല്യൂഷൻസ് നോക്കൂല, കാരണം എനിക്ക് എന്തായാലും എക്സാം. ഇനി ഞാൻ സൊല്യൂഷൻ നോക്കിപ്പോയാൽ അത് തെറ്റാണോ? 2 ക്വസ്റ്റ്യനെ ചെയ്തുള്ളൂ, അതും തെറ്റായി പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള വിചാരത്തിനോട് സൊല്യൂഷൻസ് നോക്കാതിരിക്കും. അത് ചെയ്യരുത്. നിങ്ങൾ എക്സാം ഏതായാലും, നിങ്ങൾ നല്ലോണം എഴുതാത്ത എക്സാം ആകട്ടെ, മോശമായി എഴുതിയ എക്സാം ആകട്ടെ, എല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് വേറൊരു ബുക്കിൽ എഴുതി വെക്കണം. ഏത് ക്വസ്റ്റ്യൻസാണ് തെറ്റ്, ഏത് സബ്ജക്ട്സ് ആണ് മോശമായത് എന്ന് പോയിട്ട് ലിസ്റ്റ് ചെയ്യുക.
ഏതൊക്കെ സബ്ജക്ട്സിലാണ് എനിക്ക് പ്രശ്നമുള്ളത്, അതിന് കൂടുതൽ സമയം ചെലവഴിക്കുക. ഒരു മിസ്റ്റേക്ക് ജേർണലൊക്കെ വെക്കാൻ പറഞ്ഞില്ലേ, അങ്ങനെ കൃത്യമായിട്ട് മിസ്റ്റേക്ക് ജേർണലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഫൈനൽ റിവിഷൻ അടിക്കുമ്പോൾ അത് മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏറ്റവും ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ ഇപ്പോഴേ തുടങ്ങാം. നമുക്ക് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു അൺലിമിറ്റഡ് ഫണ്ടിങ് തന്നെന്ന് വിചാരിച്ചു. ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ ഐസർ കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്ത് ഭയങ്കര നിലയിലാണ്, ജർമ്മനി മാക്സ് പ്ലാങ്ക് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ജർമ്മനൊക്കെ അറിയാം. ഒരു പാട്ടില്ലേ അപ്പോൾ, എന്താണ്, ഡൂബിസ്റ്റ്, ഓക്കെ, അതൊക്കെ ജർമ്മനാണ്. അപ്പോൾ ജർമ്മനിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫണ്ടിങ് ഉണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. നേരത്തെ മഹത് വ്യക്തിത്വ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതുപോലെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ഉത്തരം എന്നോട് ഇപ്പം പറയണ്ട. നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ബുക്കിൽ ഇപ്പം മിസ്റ്റേക്ക് ജേണലൊക്കെ ഉണ്ടല്ലോ, അതില്ലേ, അവിടെ ഒന്നും തലാനൊന്നുമില്ലല്ലോ. ഓക്കെ, ആ ബുക്കിൽ എന്ത് എഴുതുക ഏത് ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് കിട്ടിയില്ലേ കുഴപ്പമില്ല, നാളെ കിട്ടും, നാളെ കിട്ടിയില്ലേ കുഴപ്പമില്ല. നിങ്ങളെ ഒരു എയിം വെച്ച് വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് പഠിക്കുക. നമ്മൾ എയിം ചെയ്ത് നമ്മളുടെ ഫ്യൂച്ചർ നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്ത് വെക്കുക. ക്രിസ്പറിൻ്റെ സ്റ്റുഡൻസ് ആണ്. ഇപ്പം ഞാൻ ക്രിസ്പറിൽ മെൻറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇപ്പം മെൻറ്ററാണ്, നിങ്ങളുടെ കുറച്ച് പേർക്ക് മെൻറ്ററായിട്ട് ഞാൻ ഉണ്ടാവും. അപ്പം മെൻറ്ററായിട്ട് ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ക്രാഷിൻ്റെ ബാച്ചിലായിരുന്നു. അപ്പം നിങ്ങളുടെ ഫെലിസിറ്റേഷനൊക്കെ വന്നല്ലോ, അതിൽ ഒരു 5 സ്റ്റുഡൻസ്, ഫർഹ, മിൻഹ, ധ്രുപദ്, സാന്ദ്ര ആൻഡ് അൽഹാൻ, ഇങ്ങനെ 5 സ്റ്റുഡൻസ് എൻ്റെ മെൻറ്റർഷിപ്പിൽ നിന്ന് ഐസർ കിട്ടിയവരാണ്. ഓക്കെ, അപ്പോൾ അവർ പഠിച്ചതുപോലെ കൃത്യമായിട്ട് അവരെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് കാണാം. അതിലൊക്കെ എന്തുണ്ടാവും, നമ്മൾ വിചാരിക്കാത്ത ചെറിയ ചെറിയ ടിപ്സ് ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്ത് വെക്കുക, അതിനായിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ വിചാരിച്ച് വെച്ചാൽ അവസാനം അതിൽ തന്നെ എത്തും. കാരണം നമ്മളെ ഫെയ്ത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ എത്തും. അപ്പം നിങ്ങളെല്ലാവരും ഞാൻ ഐസേഴ്സ് കാണൂലേ, ഉറപ്പാവണം. ഓക്കെ, ഇന്നത്തെ സെഷൻ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ, കുറച്ചൊരു മോട്ടിവേഷൻ കിട്ടിയോ, ഇല്ലേ? ഓക്കെ, അപ്പം എൻ്റെ ഈ സമയം ഇത്രയും നേരം ഇപ്പം ചിലവഴിച്ചതിന്, എന്നെ സഹിച്ചതിന് ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.